ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക ക്യൂബയെ ഒഴിവാക്കി. 2021 ക്യൂബ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. പകരം തടവിൽ കഴിയുന്ന 553 പേരെ ക്യൂബ വിട്ടയക്കും. കടുത്ത ഭക്ഷ്യവിലക്കയറ്റവും വൈദ്യുതി വിതരണം സ്തംഭിച്ചതും ക്യൂബയിൽ വലിയ പ്രതിഷേധങ്ങൾ വിളിച്ചുവരുത്തിയിരുന്നു. 2021 വ്യാപക പ്രതിഷേധം ക്യൂബൻ സർക്കാരിനെതിരെ ഉയർന്നത്. പ്രതിഷേധം ശക്തമായതോടെ ഭരണകൂടം മാർഗ നടപടികൾ ആരംഭിച്ചു. 600ഓളം പേരെ ക്യൂബൻ പട്ടാളം അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അറസ്റ്റിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. പിന്നാലെയാണ് ക്യൂബ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ക്യൂബ ഉൾപ്പെടുകയും ചെയ്തു. 2021 ട്രംപിന്റെ ഭരണകാലത്താണ് നടപടി ഉണ്ടായത്. തുടർന്ന് ജോ ബൈഡൻ ഭരണകൂടം അധികാരമൊഴിയുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പട്ടികയിൽ നിന്നും ക്യൂബയെ ഒഴിവാക്കിയത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഉപരോധങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വാഭാവികമായി ക്യൂബ ഒഴിവായി. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ഭാഗമായി 553 തടവുകാരെ ക്യൂബ വിട്ടയക്കും. ഇനിയും നിരവധി തടവുകാരെ മോചിപ്പിക്കാനുണ്ടെന്ന് ക്യൂബയിലെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ജനുവരി 20 ട്രംപ് അധികാരമേൽക്കുന്നതോടെ വീണ്ടും ക്യൂബ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമായി പട്ടികപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ശക്തമായി എതിർക്കുന്ന ട്രംപ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുകയുമില്ല. അക്കാരണത്താൽ തന്നെ നിരോധനം നീക്കിയ നടപടി എത്ര കാലം നിലനിൽക്കുമെന്ന ആശയക്കുഴപ്പം ശക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.